ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അനു. തബിയൻ ബ്ലൂം എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളുടെ ആഗ്രഹമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുള്ളത്. അങ്ങനെ ഞാനും ഇന്നൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റിച്ചിങ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും കൂടുതലായിട്ടും എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് കേട്ട് ഉൾപ്പെടുത്തുന്നത്. പുതുതായിട്ട് തയ്യൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്കും സ്റ്റിച്ചിങ് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെയും ഉപകാരപ്രദമാകുന്ന രീതിയിലായിരിക്കും ഞാനിതിൽ വീഡിയോസ് ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത്. ആർക്ക് വേണമെങ്കിൽ സ്റ്റിച്ചിങ് അറിയില്ലാത്തൊരാൾക്ക് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിൽ ഈസി ആയിട്ടുള്ളൊരു കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഓൾറെഡി എൻ്റെ ടേബിളിൽ നമുക്കൊരു സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുണിയൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വീഡിയോയിൽ കാണിക്കാൻ പരിമിതി ഉള്ളതുകൊണ്ട്, തുണി മടക്കുന്ന രീതിയൊക്കെ കാണിക്കാൻ പരിമിതി ഉള്ളതുകൊണ്ട് ഞാനൊരു പേപ്പർ ഫോൾഡിങ്ങിൽ എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നുള്ളത്, അതായത് നമ്മുടെ മെറ്റീരിയൽ ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നുള്ളത് ഈ പേപ്പറിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ആദ്യം ഈസി ആയിട്ട് കാണിച്ചു തരാം. അത് കാണുമ്പോൾ എല്ലാവർക്കും തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അതായിട്ട് ഇതൊരു ഫുൾ മെറ്റീരിയലാണ്. ഇതിൻ്റെ ലെങ്ത് ഇതായിരിക്കും. ഇതിൻ്റെ ലെങ്ത് ഇങ്ങനെയായിരിക്കും. ഇതിൻ്റെ വിഡ്ത്ത് ഉള്ളത് ഇതൊരു മെറ്റീരിയലായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് വൈസ് ഇങ്ങനെയും വിഡ്ത്ത് വൈസ് ഇതും. അപ്പോൾ നമുക്ക് ഇത് പാൻറ്റിന് വേണ്ടിയിട്ട്, സ്ട്രെയിറ്റ് പാൻറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത് നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഒരുമിച്ചിട്ട് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ മെറ്റീരിയൽ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോൾഡിങ് ആദ്യം എങ്ങനെയെന്ന് കാണിച്ചു തരാം. നമുക്ക് ഒരു തുണി കിട്ടുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ നല്ല വശം അകത്തേക്കാക്കിയിട്ട് വേണം ഫോൾഡ് ചെയ്യാൻ. ഇപ്പോൾ ഇത് ഈ പേപ്പറിൻ്റെ നല്ല വശം ഇതും, ചീത്ത വശം എന്ന് പറയുന്നത് ഇതുമായിരിക്കും. അപ്പം ഇത് പുറമേക്ക് കാരണം നമ്മൾ ഇതിൽ അടയാളപ്പെടുത്തുന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പുറമേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ എപ്പോഴും ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മെറ്റീരിയൽ ഫോൾഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ലെങ്ത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളിതിൻ്റെ വിഡ്ത്താണ് ആദ്യം ഈ ഒരു രീതിയിൽ, ലെങ്ത് ഇതാണ്, ഈ ഒരു രീതിയിൽ നമ്മൾ ആദ്യം ഇതിനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ചുളിവുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമ്മളതൊന്ന് അയൺ ചെയ്തിട്ട് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മളാദ്യം ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് ഫസ്റ്റ് ഫോൾഡ്. അപ്പോൾ നമുക്ക് രണ്ട് പുറകിട്ട് അതിന് ശേഷം നമ്മളിത് ഇതിൻ്റെ ലെങ്തിനെ കുറച്ചുകൊണ്ട് ഫോൾഡ് ചെയ്യുക. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെയായിരിക്കും നമ്മൾ തുണി മിക്കവാറും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ഇപ്പം നമുക്കിത് 4 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ പാൻറ്റിൻ്റെ ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് തയ്ക്കണമെങ്കിൽ നമുക്ക് 4 പീസ് തുണിയാണ് വേണ്ടത്. 4 പീസായിട്ട് കിട്ടണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഇരുന്ന മെറ്റീരിയൽ നമ്മൾ ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്തു. അതിന് ശേഷം ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യും. അപ്പം നമ്മൾ ഇങ്ങനെ 4ആയിട്ടത് ഫോൾഡ് ചെയ്തൊക്കെ ഇട്ടു. 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം നമുക്കിനി ആദ്യം തന്നെ ഒരു എൽ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ ഒന്ന് ഒരു മാർക്കിങ് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലെവൽ വ്യത്യാസമൊക്കെ മെറ്റീരിയലല്ലേ, എന്തെങ്കിലുമൊക്കെ ലെവൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതങ്ങ് മാറിക്കോട്ടെ. കറക്റ്റായിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്നാണ് നമ്മുടെ മാർക്കിങ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഈ പേപ്പറിലൊന്നും എല്ലാം ഒന്ന് മാർക്കിങ് കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അതിന് ശേഷം നമുക്ക് മെറ്റീരിയൽ മെഷർ ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഈസി ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഇതിന് നമ്മൾ വെള്ളയല്ല ഇടുന്നത്, പകരം ഇലാസ്റ്റിക്കാണ് ഇടുന്നത്. ഇലാസ്റ്റിക് ഇട്ടുകൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് ഇട്ടിട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ വേറെ കട്ടിങ് എക്സ്ട്രാ ഒന്നും വരുന്നില്ല. ഇത് ഒറ്റ പീസുകളാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. നമ്മൾക്കറിയാം നോർമൽ ചുടി ബോട്ടോ അല്ലെങ്കിൽ മറ്റ് ബോട്ടമൊക്കെ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ, നമുക്ക് കാലൊക്കെ ഇടുന്ന ഒരു പോർഷനും അതുപോലെ തന്നെ നമുക്കൊരു പടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ഒരു ബാൻഡ് നമ്മൾ മുകളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, ഒറ്റ പീസായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഇതിന് മെയിനായിട്ട് എടുക്കുക ഹിപ്പ് അളവായിരിക്കും എടുക്കുക. വേസ്റ്റിൻ്റെ അളവായിരിക്കില്ല, ഹിപ്പ് അളവാണ് നമ്മൾ ഇവിടെ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഹിപ്പ് അളവ് എടുത്തിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇടുമ്പോൾ അതൊന്ന് ചുരുങ്ങി കിടന്നോളും. ഹിപ്പ് അളവ് ഞാൻ ഈ ബോട്ടം ചെയ്യുന്നത് ഒരു 42 ഇഞ്ച് ഹിപ്പ് അളവുള്ള ഒരു മെഷർമെൻറ്റിലായിരിക്കും ചെയ്യുന്നത്. ഹിപ്പ് അളവ് 42
2 ഇഞ്ചായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ഒരു 2 ഇഞ്ച് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്യുക. ഈ 2 ഇഞ്ച് താഴ്ത്തി നമ്മൾ മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതൊരു ലൈൻ കൊടുക്കുക സ്ട്രെയിറ്റ് ആയിട്ട്. 2 ഇഞ്ച് കറക്റ്റ് താഴ്ത്തി ഒരു ലൈൻ കൊടുക്കുക. ഇനി താഴേക്കുള്ള അളവുകളെല്ലാം നമ്മൾ ഈ ലൈനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യണം. എനിക്കിതിന് വേണ്ട ഒരു ഫുൾ ലെങ്ത് ഞാൻ ചെയ്യുന്നത് ഒരു 35 ഇഞ്ച് ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. 35 നമ്മൾ അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 35 അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ ഏകദേശം ഒരു 35 അടയാളപ്പെടുത്താം. 35 അടയാളപ്പെടുത്തിയിട്ട് താഴേക്കൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തണം. ആ 2 ഇഞ്ച് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പടി മടക്കി വെക്കാം. നമുക്കറിയാം ബോട്ടത്തിൻ്റെ കരുവശം നല്ല കട്ടിക്കായിരിക്കുന്നത് അല്ലേ, അതൊന്ന് മടക്കി വെക്കുന്ന വേണ്ടിയിട്ട് നമ്മൾ താഴെയും ഒരു 2 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. ഓക്കെ, താഴെയും 2 ഇഞ്ച്, മേലും 2 ഇഞ്ച്, പിന്നെ ഇത് 35 ഇഞ്ച്. അപ്പോൾ നമുക്കിത് മടക്കി അടിക്കുന്നതായതുകൊണ്ട് നമുക്കിവിടെ വേറെ തയ്യൽത്തുമ്പിൻ്റെ ആവശ്യം വരുന്നില്ല. മേലിൽ ഞാൻ പറഞ്ഞാൽ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ്, മേലത്തെ ഏരിൻ്റെ വശമൊക്കെ ആണെങ്കിൽ നമുക്ക് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇങ്ങനെ മടക്കി അടിച്ചാൽ മതി. ഓക്കെ, അത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയൽ എങ്ങനെയോ അതിനെ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇതൊരു 2 ഇഞ്ച് നമ്മൾ താഴെയും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് പറഞ്ഞല്ലോ, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് എത്ര വണ്ണം വേണ്ടതെന്നുള്ളത് എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മുടെ ഹിപ്പ് അളവ് 42 ഇഞ്ചാണ്. ഹിപ്പ് അളവ് 42 ആകുമ്പോഴത്തേക്കും ഈ 42-നെ നമ്മൾ ഇത് 4 പീസായിട്ടല്ലേ തുണി കിടക്കുന്നത്. അപ്പോൾ 42-നെ 4 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. 42-നെ 4 കൊണ്ട് ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10.5 കിട്ടും. ഓക്കെ, ഈ 10.5 നമ്മളിവിടെ അടയാളപ്പെടുത്തും. അതിൻ്റെ കൂടെ നമുക്കിത് ബോട്ടം ടൈറ്റായിട്ട് നമുക്ക് ഇച്ചിരി ലൂസിലല്ലേ വേണ്ടത്. ഏതൊരു ഗാർമെൻറ്റും നമുക്ക് വെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ലൂസ് ആഡ് ചെയ്യണം. ബോട്ടത്തിന് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 2 ഇഞ്ച് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, 2 ഇഞ്ച് ലൂസാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു സീം അലവൻസ് കൊടുക്കണം. അതൊരു 1/2 ഇഞ്ച് മതിയായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് 42-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10.5 കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ലൂസ് 2 ഇഞ്ച് ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് എന്ത് ചെയ്തു, സീം അലവൻസും കൂടെ കൊടുത്തു. ഓക്കെ, അതിന് ശേഷം ക്രോച്ച് ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തണം. താഴേക്ക് ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തണം. ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തുക എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹിപ്പിനെ നമ്മൾ ഹിപ്പ് അളവിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 10.5 കിട്ടി. അതിനോട് നമ്മൾ ഒരു 3 ആഡ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഈ ഒരു വണ്ണം വരുന്നപ്പോൾ നമ്മൾ 2 ആണ് ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ നമുക്ക് ക്രൗച്ച് അല്ലെങ്കിൽ സീറ്റ് അളവ് എന്നൊക്കെ നമ്മൾ പറയും, ഇങ്ങനെ താഴേക്ക് കൊടുക്കുന്നത്. അത് നമ്മൾ 3 നമ്മുടെ ഹിപ്പ് അളവിൻ്റെ 4/1 3 ആഡ് ചെയ്യുക. അപ്പം നമുക്ക് 13.5 കിട്ടും. ഈ 13.5 നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് കൊടുക്കുക. എത്ര കൊടുക്കുക, 13.5 കൊടുത്തു. ഓക്കെ, അവിടെ നിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് താഴെ ഒരു പിടുത്തമൊന്നും വരരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൂസ് അവിടെ വേണം. എന്നിട്ട് ഇവിടെ നിന്ന് നേരെ ഒരു 3 ഇഞ്ച് ഫ്രണ്ടിലേക്ക് ഒന്നും കൂടെ മാർക്ക് ചെയ്യുക. ഇവിടെ നിന്നൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് കർവാക്കി കൊടുക്കുക. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാതെ നമ്മൾ ആം ഹോളൊക്കെ വരയ്ക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് കർവായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കർവായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഒരു 2 ഇഞ്ച് പടിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. അത് എലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടി മാറ്റി വെച്ചു. അതിനുശേഷം ഇതിൻ്റെ വണ്ണം എടുക്കുന്നത് നമ്മുടെ ഹിപ്പ് അളവ് എത്രയാണോ, ഹിപ്പ് അളവിനെ 4 ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 10.5 കിട്ടി. അതിൻ്റെ കൂടെ നമ്മളൊരു ലൂസ് ആഡ് ചെയ്തു. അത് 2 ഇഞ്ച് ലൂസ് കൊടുത്തു. സീം അലവൻസ് 1/2 ഇഞ്ചും കൊടുത്തു. അതിനുശേഷം നമ്മൾ താഴേക്ക് ക്രൗച്ച് ലെങ്ത് മാർക്ക് ചെയ്തു, അല്ലെങ്കിൽ സീറ്റ് അളവ് മാർക്ക് ചെയ്തു. സീറ്റ് അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പ് അളവിൻ്റെ 4-ൽ നമുക്ക് 10.5 കിട്ടി. അതിനോട് നമ്മൾ 3 കൂടെ ആഡ് ചെയ്തതാണ് ഹിപ്പ് അളവ്. താഴെ ഹിപ്പ് ലെങ്ത് നമുക്ക് ക്രൗച്ച് ലെങ്ത് കിട്ടിയേക്കാം. അവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യാൻ 3 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുന്ന ഇവിടെ നമുക്കൊരു ലൂസ് വരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഏറ്റവും താഴെ നമുക്കിനി പടി മടക്കി അടിക്കുന്നുണ്ടല്ലോ, അതിനൊരു അളവ് വേണമല്ലോ. അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇത് നമുക്ക് ചുടി ബോട്ടം പോലത്തേക്ക് നാരോ ആയിട്ടുള്ള പാൻറ്റിൻ്റെ ഷേപ്പ് നമുക്ക് നാരോ ആയിട്ടല്ല, ബോട്ടം താഴേക്ക് വരുന്ന നാരോ ആയിട്ടൊന്നുമല്ല, കുറച്ച് ഇച്ചിരി വലുതായിട്ടായിരിക്കും. അത് നമുക്ക് 7ഓ 8ഓ നമുക്ക് എത്രയാണോ വേണ്ടത് അത് കൊടുക്കാം.
ഞാനൊരു 7.5 കൊടുക്കുന്നുണ്ട് ഇവിടെ. 7.5 വണ്ണം കൊടുത്തു. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടെ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, സീം അലവൻസ് 1 ഇഞ്ച് കൊടുത്തു. അത് നേരെ തന്നെ നമുക്ക് എത്രയാണ് നമുക്ക് പടിക്ക് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അത് തന്നെ ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്കൊരു ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് ഇവിടെ നിന്ന്, അതായത് ഇത് താഴെ നമുക്ക് മടക്കി വെക്കാനുള്ള പടിയാണ്. ഈ താഴെ നമ്മൾ മാർക്ക് ചെയ്തത് 2 ഇഞ്ചിൽ നമ്മൾ 2 ഇഞ്ച് നേരത്തെ നമ്മളൊരു പടി ഇവിടെ മടക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെയാണ് നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തേക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു ലൈൻ ജോയിൻ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ മാർക്കിങ്. സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കുന്നുള്ള മാർക്കിങ്. ചിലവർ ഇങ്ങനെ കൊടുക്കാറില്ല, ചിലർ ഡയറക്റ്റ് ഇങ്ങനെ തന്നെ വരയ്ക്കും. അതാണേലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇതൊക്കെ ഉള്ളിൽ പോകുന്ന കാര്യങ്ങളായതുകൊണ്ട് അങ്ങനെ പുറമേക്ക് കാണത്തൊന്നുമില്ല തയ്ച്ചു കഴിഞ്ഞാലും. പിന്നെ നമുക്ക് തയ്ച്ചു കഴിയുമ്പോൾ ഒരു പെർഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ഭംഗി കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങനെ മാർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ തന്നെ വേണേ, ഒന്നുകിൽ ഇങ്ങനെ തന്നെ നേരിട്ട് ഇങ്ങനെ തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ പടി സെപ്പറേറ്റ് ഒന്ന് ഇങ്ങനെയാണെങ്കിലും ചെയ്യാം. ഇതാണെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പേപ്പർ മാറ്റിയിട്ട് മെറ്റീരിയൽ എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മെറ്റീരിയൽ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബോട്ടം പോർഷൻ എനിക്ക് ഈ മെറ്റീരിയൽ അത്ര ലെവലൊന്നുമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യുകയാണ്. എൽ സ്കെയിലാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ എൽ സ്കെയിലും ഉണ്ട്, എനിക്ക് വലിയൊരു എൽ സ്കെയിലും ഉണ്ട്. ഇതാണ് ഇങ്ങനെയൊക്കെ കുറച്ച് വലിയൊരു മാർക്കിങ്ങൊക്കെ കൊടുക്കണമെങ്കിൽ ഈ സ്കെയിൽ യൂസ് ചെയ്യുന്നത് നല്ലത്. പിന്നെ ഈ പേന വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊന്നും വിചാരിക്കില്ല ഇത് നമുക്ക് ക്ലോത്തിൽ വരച്ചിട്ട് നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വെച്ച് മാർക്കുന്ന ആ ഇങ്കൊക്കെ പൊയ്ക്കോളും. എപ്പോഴും പെർമനൻ്റ് ആയിട്ടുള്ളതല്ല, പെർമനൻ്റ് ഇങ്ക് അല്ല ഇത്. ചൂട് കിട്ടുമ്പോഴത്തേക്കും ഇതങ്ങ് മാഞ്ഞു പൊക്കോളും. അപ്പോൾ ഞാൻ താഴെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ട്രെയിറ്റ് ആയിട്ട് ഒരു മാർക്കിങ് ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഞാൻ ഇതിൻ്റെ 2 ഇഞ്ച് ഇപ്പം ഫസ്റ്റ് ഞാൻ പടിയുടെ അവിടുത്തെ 2 ഇഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്യണം. ഞാൻ പടി മാർക്ക് ചെയ്യുമ്പോൾ പടി തയ്ക്കുന്ന സമയത്ത് ബോട്ടത്തിൻ്റെയൊക്കെ പടി തയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്ട്രിപ്പ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സ്ട്രിപ്പ് നമുക്ക് പാൻറ്റിൻ്റെ കടിയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1 ഇഞ്ച് വീതിയുള്ള സ്ട്രിപ്പ് കിട്ടും കടയിൽ നിന്നൊക്കെ. അത് വെച്ചിട്ട് ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും പടി തയ്ക്കാറുണ്ട്. അത് നമുക്ക് കുറച്ചും കൂടി പെർഫെക്ഷനും കുറച്ച് കട്ടിയൊക്കെ കിട്ടാൻ നല്ലതാണ്. അപ്പോൾ ഇവിടെ 2 ഇഞ്ച് പടിക്ക് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഞാൻ പടിക്ക് ഒരു 7 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. എനിക്കിവിടെ മെഷർമെൻറ്റ് കിട്ടും, അതുകൊണ്ടാണ് 7 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 7 ഇഞ്ച് കൊടുത്തു. പിന്നെ ഞാൻ കൂടാതെ സീം അലവൻസ് 1 ഇഞ്ചും കൂടെ, അങ്ങനെ ടോട്ടൽ 8 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 8 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ടോപ്പ് പോർഷൻ മാർക്ക് ചെയ്യാം. ടോപ്പ് പോർഷൻ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിത് മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം. ഫസ്റ്റ് നമ്മൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിതിന് ലെങ്ത് വേണ്ടത് 35 ആണ്. ഈ 35 കൊടുക്കുമ്പോൾ ഞാൻ പടിയുടെ ലെങ്ത് ഓൾറെഡി പടി മാർക്ക് ചെയ്തു, എന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ ലെങ്ത് എടുക്കുന്നത് 35. ഇത് ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പടിയുടെ അവിടെ നിന്ന് മുകളിലേക്ക് ലെങ്ത് എടുക്കുന്നത്. 35 ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. മെറ്റീരിയൽ ഞാൻ റിവേഴ്സ് ഓർഡറിലാണ് കാണിച്ചേക്കുന്നത്. തുണി ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഞാൻ 35 ഇഞ്ച്, അതായത് പടി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാനൊരു ലെങ്ത് അളന്നു, അത് 35 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞാനൊരു 2 ഇഞ്ച് മുകളിലേക്ക് ഒന്നും കൂടെ മാർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ട്. ഇലാസ്റ്റിക് ഇടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാനത് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. രണ്ട് ഇഞ്ച് താഴ്ത്തിയുള്ളിടത്ത് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇനി
ഇവിടെയാണ് നമ്മുടെ മാർക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മേളത്തെ ലൈനിലല്ല, താഴത്തെ ലൈനിലാണ് നമ്മുടെ മാർക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേളത്തെ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ക്രോസ് ലെങ്ത് അടയാളപ്പെടുത്തുമ്പം ഈ രണ്ടും കൂടി ആഡ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. അതിൽ എളുപ്പം നമ്മൾ താഴത്തെ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് മെഷർമെൻറ്റ് ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. 42 ഇഞ്ചാണ് ഹിപ്പ് അളവ്. താഴേക്ക് നമ്മൾ സ്ട്രേറ്റ് ലൈൻ കൊടുത്തു. ഇനി താഴത്തെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. നമുക്ക് ക്രോസ് ലെങ്തിൻ്റെ നമുക്ക് ഹിപ്പ് അളവിൻ്റെ 4 കണ്ടതിനോട് 3 കൂട്ടിയാൽ മതി നമുക്ക് ക്രോസ് ലെങ്ത് കിട്ടാൻ. 5 കൊടുത്തു. എന്നിട്ട് അവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ചും കൂടെ ഫ്രണ്ടിലേക്ക് കൊടുക്കണം. ഓക്കെ, അവിടെ നിന്നൊരു 3 ഇഞ്ചും കൂടെ ഫ്രണ്ടിലേക്ക് കൊടുക്കുക. ഈ അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. 3 ഇഞ്ച് കൊടുത്തിട്ട് നമുക്ക് അതൊന്ന് കർവ് ചെയ്ത് വരയ്ക്കുക. കർവ് കൊടുക്കുക. നമ്മുടെ പടിക്ക് വേണ്ടിയിട്ട് ഒരു ലൈൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ വേണ്ടത് നമ്മൾ ഈ ലൈനും നമ്മൾ താഴെ ബോട്ടത്തിൻ്റെ പടിക്ക് വേണ്ടിയിട്ട് പടിക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കുന്ന പോർഷനും കൂടെ നമ്മളിത് കറക്റ്റ് താഴേക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടൂ. ഓക്കെ, ഇങ്ങനെയൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ ജോയിൻ. അപ്പം നമ്മുടെ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, സൂക്ഷിച്ച് കട്ട് ചെയ്യുക. ഇങ്ങനെ മെറ്റീരിയൽ ഇട്ട് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അവിടെ തുണിയൊന്നും കയറ്റിയിട്ടിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ പാൻറ്റിൻ്റെ കട്ടിങ്. ഇത്രയേ ഉള്ളൂ. തയ്ക്കാൻ ഇതിനേക്കാളും സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. സ്റ്റിച്ചിങ് ഒട്ടും അറിയില്ലാത്ത ആൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയാണ്. നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തുണി ഇങ്ങനെ വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. എനിക്ക് കുറച്ച് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശരിക്കും നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി നമ്മുടെ ഇഷ്ടാനുസരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെ കുറച്ചുകൂടെയൊക്കെ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. ഇവിടെയാണ് നമ്മൾ കർവ് പോർഷൻ കൊടുത്തിരിക്കുന്നത്. നമുക്കവിടെ ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തീരെ മെലിഞ്ഞ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പാൻറ്റ് തയ്ക്കുന്നില്ല. ഇച്ചിരി ചെറിയ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 ഇഞ്ച് തന്നെ കൊടുക്കണമെന്നില്ല. ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ചൊക്കെ കൊടുത്താലും മതിയായിരിക്കും. അതുപോലെ കുറേ നല്ല വണ്ണമുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പാൻറ്റ് തയ്ക്കണമെങ്കിൽ 3 എന്നുള്ളൊരു 4 ഇഞ്ചൊക്കെ ആയിട്ട് കൊടുക്കുക. നമുക്ക് ക്രൗച്ച് നമുക്ക് താഴത്തെ പോർഷൻ നമുക്ക് ഒത്തിരി പിടുത്തം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് നമ്മൾ പടി വയ്ക്കുമ്പോൾ ഇങ്ങനൊരു സ്ട്രിപ്പ് നമുക്കിത് മേടിക്കാൻ കിട്ടുന്നതാണ്. പാൻറ്റിൻ്റെയൊക്കെ പടി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ ഒരു സൈഡിൽ ചെറിയ ഇങ്ങനെ ഒരു മിനുസം പോലെ കാണുന്നത് ഇതൊരു ഗമ്മാണ്. നമ്മളിത് അയൺ ചെയ്ത് നല്ലോണം ഹീറ്റ് കൊടുത്തിട്ട് അയൺ ചെയ്യുമ്പോഴത്തേക്കും ഇതോടെ ഒട്ടിയിരുന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്നും കൂടി ആ പടിക്ക് കുറച്ചും കൂടി ബലമൊക്കെ കിട്ടും. അത് ഇച്ചിരി കൂടെ നല്ലതാണ്, നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പം ഞാനിതും കൊടുക്കാറുണ്ട് നോർമലി പാൻറ്റ് ചെയ്യുമ്പോൾ. നമുക്ക് ആവശ്യത്തിനുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഇത്ര ഒരു പോർഷൻ മതിയാവും. 2 പാൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ മിനുസമുള്ളൊരു പോർഷൻ, നമുക്ക് ഇത് വീഡിയോയിൽ കാണാമോ എന്നറിയത്തില്ല, ഈ ഒരു മിനുസമുള്ളൊരു പോർഷൻ അത് നമ്മൾ തുണിയോട് ചേർത്ത് വയ്ക്കുക. തുണിയോട് ചേർത്ത് വെച്ചിട്ട്
നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ ഒട്ടിയിരുന്നോളും കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് അയൺ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ തയ്ച്ച് വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. നല്ല അയൺ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അയൺ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ പടി തയ്ക്കാനുള്ളതൊന്നും കൂടി ഒന്ന് അയൺ ചെയ്യാം. ഇനി ചെയ്തില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് തുണി മാത്രം മതി. തുണി മാത്രം മടക്കി വെച്ചിട്ടാണ് നമുക്ക് പടിയടിക്കാൻ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഒന്നും കൂടെ ഒരു വൃത്തിയായിരിക്കും, ഒന്നും കൂടെ ഒരു പെർഫെക്ഷനൊക്കെ നമുക്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, പടിയുടെ പോർഷൻ നമുക്കിങ്ങനെ മടക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ വീഡിയോ നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഒരു തയ്ക്കാനൊക്കെ അല്പം കോൺഫിഡൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നതായിരിക്കും. താങ്ക് യു.